വിലങ്ങാടുള്ള ജോഷി എന്ന കർഷകൻ കുരങ്ങിനെ പേടിച്ച് തെങ്ങിന്റെ തലയെടുത്തു. പറമ്പിലെ 20-ലധികം തെങ്ങ് മണ്ടയില്ലാതെ വെറുതെയായി. കുരങ്ങ് കൂട്ടങ്ങളോട് തോൽക്കാൻ നിൽക്കാതെ ഈ ഐറ്റം ഒന്ന് പരീക്ഷിക്കുമെന്ന് ജോഷിയെപ്പോലുള്ളവരോട് കുര്യാച്ചൻ പറയുന്നു. കുരങ്ങുകളെ തുരത്തുന്ന പ്രത്യേക ലായനി. ഇത് ഒന്നിനെയും കൊല്ലുന്നില്ല, പരിക്കേൽപ്പിക്കുന്നില്ല, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അതിനുണ്ടാക്കുന്നില്ല. പക്ഷെ അതിനെ അകറ്റി നിർത്തും. 20 ലിറ്ററിന്റെ ഒരു വീപ്പയിലേക്ക് ഈ ലായനി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് കേൾക്കാം. 3 കിലോ മത്തി, അത് ഏറ്റവും മോശം മത്തി മതി. രണ്ടാമതായിട്ട് വേണ്ടത് കിളിമീനാണ്, ഇത് 2 കിലോ വേണം. 2 കിലോ ശർക്കര, ഒരു 5 കോഴിമുട്ട, 1 ലിറ്റർ വേപ്പെണ്ണ. ഇത് ലയിപ്പിക്കാനായിട്ട് 30 ഗ്രാം ബാർ സോപ്പ് വേണം. ഇത് കൂടാതെ ഇപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 7 ദിവസം കഴിഞ്ഞാണ് നമുക്ക് ആവശ്യമുള്ളത് ഏതെങ്കിലും മൃഗത്തിൻ്റെ 1/2 കിലോ മാംസം. എങ്ങനെയാണ് അതിൻ്റെ രീതി? ഇത് നിർമ്മിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മീൻ നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് കഴുകണം. കാരണം ഇതിൽ ഫോർമാലിൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം നടക്കില്ല. അത് ശർക്കര നന്നായി പൊടിച്ച് ഈ മീനും ശർക്കരയും ചേർത്ത് കുഴച്ച് വെക്കണം. ഒരിക്കലും വെള്ളം ചേർക്കരുത് ആ സമയത്ത്. അതിൻ്റെ കൂടേക്ക് തന്നെ ഈ 5 കോഴിമുട്ട ഉടച്ച് തൊണ്ടോടുകൂടി അതിൽ നിക്ഷേപിക്കണം. 5 ദിവസത്തിന് ശേഷം വേപ്പെണ്ണ ലയിപ്പിച്ച് ചേർക്കണം. ഇതിലേക്ക് 1/2 കിലോ മാംസം കത്തിച്ച് പൊടിച്ച് ഭസ്മം ചേർക്കണം. 8 ലിറ്റർ വരെ കിട്ടും. 1 ലിറ്റർ 10 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് അങ്ങടിക്കണം. ഈ എണ്ണ ചേരുന്ന മീനിൻ്റെ നെയ്യും എണ്ണയും എല്ലാം കൂടി ചേരുന്നതായതുകൊണ്ട് ഇത് ഉണങ്ങിപ്പോവില്ല. ഇത് ഇലകളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കത്തേ ഉള്ളൂ. കുരങ്ങുകൾ സാധാരണ പോലെ വരും. അവയുടെ കയ്യിൽ ഈ മരുന്ന് പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഗന്ധം അതിഭയങ്കരമാണ്. അപ്പം രൂക്ഷമായ വേപ്പെണ്ണ ചേർന്ന മീനഴുകിയ ഗന്ധമുള്ളത് കൊണ്ട് ഈ കുരങ്ങ് ഏത് ഇല പറിച്ചാലും ഏത് കായ പറിച്ചാലും ഈ കയ്യിൽ അതിൻ്റെ മണമുള്ളത് കൊണ്ട് അതിനത് തിന്നാൻ പറ്റില്ല. അപ്പോൾ അത് കളയും. അപ്പോൾ ഈ ഗന്ധമുള്ളിടത്ത് ഇത് ഇര തേടി വരില്ല. ഒന്ന്. രണ്ടാമത്, ഇത് മേത്ത് പറ്റുന്ന കുരങ്ങിനെ മറ്റ് കുരങ്ങുകൾ കൂടെ കൂട്ടില്ല. അത് തമ്മിലടിച്ച് ഇവ തമ്മിൽ പിരിഞ്ഞു പോകും. അതാണ് കുര്യാച്ചൻ്റെ ആശയം, ആവിഷ്കാരം. മണപ്പിച്ച് കുരങ്ങനെ മാത്രമല്ല മറ്റു വന്യമൃഗങ്ങളെയും ഓടിക്കാനാകും. കാലികളെ മേയാൻ വിടുന്നിടത്ത് തളിക്കരുതെന്ന് മാത്രം. കേട്ടറിഞ്ഞ് പല കർഷകരും കൂട്ടുതേടിയെത്തുന്നുണ്ട്. അല്ലെങ്കിൽ വനം വകുപ്പ്, കൃഷി വകുപ്പ് സഹായം ചെയ്യുകയാണെങ്കിൽ ഇത് ചിലവ് കുറച്ച് നമുക്ക് വലിയ അളവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.